ഇത് ആരുടെയും മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചയാണ്. തൃശൂർ മുനിസിപ്പൽ സ്റ്റാൻഡിന് പിറകിലെ ജയ്ഹിന്ദ് ബിൽഡിങ്ങിന്റെ കോമ്പൗണ്ടിനുള്ളിൽ 2 തെരുവുനായ്ക്കൾ മണ്ണിൽ കിടക്കുന്നു. അതിലൊന്നു മാത്രം അസാധാരണമായി ശബ്ദം പുറത്തുവിടുകയും ചുമയ്ക്കുകയും ചെയ്യുന്നു. എതിർവശത്തുള്ള ഒരു ചെറിയ വസ്ത്രക്കടയിൽ ജോലി ചെയ്യുന്ന ചേച്ചി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ നായ എണീറ്റ് വാലാട്ടി അവരുടെ അടുത്തേക്ക് വന്നു. ആ ചേച്ചി അവനെ ഒരു മകനെ പോലെ സ്നേഹത്തോടെ നോക്കി തലോടി അവൻ്റെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, 2 പ്രാവശ്യം മരുന്ന് കൊടുത്തു, കുറച്ച് മാറിയതാ, പിന്നെ വീണ്ടും ഒരു ശ്വാസം മുട്ടും ചുമയും തുടങ്ങി. അവരത് പറയുമ്പോൾ അവരുടെ കണ്ണുകളിലെ ദയനീയമായ തിളക്കം കാണാമായിരുന്നു. ആ ചേച്ചിയുടെ വാക്കുകൾ എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു. നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ ഒരുപാട് വലിയ കാര്യങ്ങൾ കാണുന്നവരാണ്. പക്ഷേ ഒരു അംഗീകാരമോ പ്രശസ്തിയോ ആഗ്രഹിക്കാതെ ഈ തെരുവ് നായ്ക്കളോട് കാണിക്കുന്ന ഈ ചേച്ചിയുടെ പ്രിയം, സ്നേഹം, വേദന ആരാണ് കാണുന്നത്? ആ ചെറിയ വസ്ത്രക്കടയിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്നും ആ നായയ്ക്ക് മരുന്നും ഭക്ഷണവും കണ്ടെത്തുന്ന ആ സഹോദരിയുടെ മനസ്സിൻ്റെ മഹത്വം എല്ലാവരും കാണണം. ഈ ഭൂമിയിൽ ജീവനുള്ള എല്ലാ ജീവികൾക്കും ഒരേ നീതി ഉണ്ടായിരിക്കേണ്ടതല്ലേ? നമ്മൾ മനുഷ്യർ ഓരോ കാര്യവും സ്വന്തം ഉടമസ്ഥതയാക്കി പിടിച്ചെടുക്കുമ്പോൾ തെരുവിൽ വിശന്നലഞ്ഞു നടക്കുന്ന ഈ ജീവികൾക്കായി നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഒരു ചെറിയ കരുണ, ഒരു ചെറിയ സ്നേഹം, ഒരു ചെറിയ സഹായം, അതാണ് അവർക്കൊരു ജീവിതം. ചിന്തിക്കണം, മാറ്റമുണ്ടാകണം. അവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്.